എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്റർലിനിയറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന്റെ കാലാവധി ദൈവം പറഞ്ഞതിൽ നിന്നും നീണ്ടുപോകുവാൻ കാരണമായത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി. ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മോശയെക്കൊണ്ട് ദൈവം എങ്ങനെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിക്കാൻ തുടക്കമിട്ടു എന്നതാണ്. ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രണ്ട് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തുകൊണ്ട് യഹോവയാം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് യഹോവയാം ദൈവം 10 ബാധകൾ വരുത്തി? പുറപ്പാട് 3:2 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവയുടെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനാവുന്നതും മോശയെ മിസ്രയീമിലേക്ക് തിരിച്ചു പോകുവാൻ പ്രേരിപ്പിക്കുന്നതും തയ്യാറാക്കുന്നതും നമുക്ക് കാണാം. പുറപ്പാട് 3:10 യഹോവയാം ദൈവം മോശയെ ഫറവോന്റെ അടുക്കൽ അയക്കും എന്ന് പറയുന്നു. എന്നാൽ മോശയ്ക്ക് പലപ്പോഴും ശങ്ക ഉണ്ടാവുന്നു. മോശ ചോദിക്കുന്നു, ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന്. എന്നിരുന്നാലും ദൈവം മോശയെ ബലപ്പെടുത്തുന്നു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന ഉറപ്പ് കൊടുക്കുന്നു. മോശയ്ക്ക് സമാനമായി ഒരു ശങ്ക യേശുവിനും ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ലൂക്കോസ് 22:42 അത് കാണാം. മോശയുടെ അനുഭവത്തിന് സമാനമായി യേശുവിനെയും ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ വരുന്നുണ്ട്. മോശയും യേശുവും വീണ്ടെടുപ്പിന് വേണ്ടി തയ്യാറാവുകയായിരുന്നു. രണ്ടുപേർക്കും അന്നത്തെ ലോകശക്തികളെയാണ് എതിരിടേണ്ടിയിരുന്നത്. നിസ്സാര കാര്യമല്ല. രണ്ടുപേരുടെയും പുറകിൽ സാത്താൻ ഒരു അവസരത്തിനു വേണ്ടി നോക്കി പാർത്തിരിക്കുന്നുണ്ട്. അവരെ ഏൽപ്പിക്കുന്ന പദ്ധതികളെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കാതിരിക്കുവാൻ വേണ്ടി സാത്താൻ എല്ലാ ശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. യേശു ശക്തിപ്പെട്ട് ഒരു ശങ്കയുമില്ലാതെ തുടർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് ദൈവഹിതം, തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നു. എന്നാൽ മോശയിൽ സാത്താൻ വീണ്ടും സംശയത്തിന്റെയും ഭയത്തിന്റെയും വിത്ത് പാകി ദൈവത്തെ പലപ്പോഴും മോശ കോപിപ്പിക്കുന്നുണ്ട്. എന്നാൽ മോശയെ യഹോവയാം ദൈവം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്, തള്ളിക്കളയുന്നില്ല. മോശയുടെ എല്ലാ സംശയങ്ങളും ദൈവം നിവാരണം ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ നാമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. മോശ ദൈവനാമം ചോദിക്കുമ്പോൾ ദൈവം തന്റെ നാമമായിട്ട് വ്യക്തിപരമായ ഒരു നാമമല്ല പറയുന്നത്. പുറപ്പാട് 3:14 നമുക്കതൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഇവിടെ പറയുന്നത് ഞാനാകുന്നു. എന്തായിരുന്നു ഇങ്ങനെ പറയുവാൻ കാരണം? എനിക്ക് മനസ്സിലായത്, സൃഷ്ടാവാം ദൈവത്തിന് മനുഷ്യരോട് ഒരു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മറിച്ച് തന്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ ശക്തി, ജ്ഞാനം, നീതി, സ്നേഹം എന്നീ പ്രമുഖ ഗുണങ്ങളിലൂടെ വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഈ ഗുണങ്ങൾ ദൈവത്തിന്റെ മുഴു സൃഷ്ടിയിലും മനുഷ്യരുമായുള്ള ഇടപെടലുകളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവും എപ്പോഴും പിതാവ് എന്ന് മാത്രമേ സൃഷ്ടാവാം ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ പോലും വ്യക്തിപരമായ പേരിൽ അറിയപ്പെടേണ്ട ആവശ്യം ദൈവത്തിന് ഇല്ലായിരുന്നു. ആദാം ദൈവത്തിന്റെ പേര് ചോദിച്ചില്ല. പൂർവ്വപിതാക്കളാരും ദൈവത്തിന്റെ പേര് ചോദിച്ചില്ല. മോശയുടെ കാലമായപ്പോഴേക്കും വ്യാജ ദൈവങ്ങൾ, ഫറവോനടക്കം ഒരുപാട് ഭൂമിയിലുണ്ടായിരുന്നു. നോഹയുടെ കാലത്തും അബ്രഹാമിന്റെ കാലത്തും തുടർന്ന് വ്യാജ ദൈവങ്ങൾ ഉണ്ടായിരുന്നതായി ദൈവവചനം പറയുന്നുണ്ട്. എങ്കിലും അവരാരും ദൈവത്തിന്റെ പേര് ചോദിച്ചില്ല. എന്നിരുന്നാലും മോശ ഇവിടെ ദൈവത്തിന്റെ വ്യക്തിപരമായ പേര് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. മോശയുടെ ഫറവോന്റെ കൊട്ടാരത്തിലെ ജീവിതവും പഠനവും അന്നത്തെ ഫറവോന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചും അവർ എങ്ങനെ ചിന്തിക്കുമെന്നും ശീലങ്ങളും വഴക്കങ്ങളും എങ്ങനെയായിരിക്കുമെന്നും വ്യക്തിപരമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ലോകത്തിന്റെ ദൈവം എന്ന് തന്നെ സങ്കല്പിച്ചിരുന്ന ഫറവോൻ മറ്റേതൊരു ദൈവത്തെക്കുറിച്ചും പരിചയപ്പെടുത്തുമ്പോൾ അത് ആരെന്നും എങ്ങനെയുള്ള ദൈവമെന്നും ഫറവോനോട് വിശദീകരിക്കേണ്ടി വരും എന്ന കാരണം കൊണ്ടാണ് മോശ വ്യക്തിപരമായ പേര് ചോദിച്ചത്. പുറപ്പാട് 6:3 നിങ്ങൾക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട്
ദൈവത്തിന്റെ വ്യക്തിപരമായ പേര് അറിയേണ്ടത് മനുഷ്യരുടെ മാത്രം ആവശ്യമായിരുന്നു. തുടർന്നുള്ള നമ്മുടെ പഠനത്തിൽ സൃഷ്ടാവാം ദൈവം തന്റെ ശക്തിയിലൂടെ താൻ ആരാണെന്നും തനിക്ക് മുകളിൽ ആരുമില്ലെന്നും അന്നത്തെ ലോകശക്തിയും ആ ലോകശക്തിയുടെ തലവനുമായിരുന്ന ഫറവോനെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി 17:1 സർവശക്തിയുള്ള ദൈവത്തെ എബ്രായ ഭാഷയിൽ എൽ ഷദായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ പേരിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഐ ആം, ഞാൻ ആകുന്നവൻ. എബ്രായ ഭാഷയിൽ അത് എഹേ അഷർ എഹേ എന്നാണ്. ഞാൻ ഉച്ചരിക്കുന്നത് അവർ ഉച്ചരിക്കുന്നത് പോലെ തന്നെയാകണമെന്നില്ല. എന്നിരുന്നാലും ദൈവം ഞാനാകുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംക്ഷിപ്തമായി പറഞ്ഞാൽ സെൽഫ് എക്സിസ്റ്റന്റ്, സ്വയമായി അസ്തിത്വം അല്ലെങ്കിൽ നിലനിൽപ്പുള്ളവൻ എന്നാണ്. രണ്ടാമതായി ഇറ്റേണൽ, ശാശ്വതൻ. 3 അൺചേഞ്ചിങ്, മാറ്റമില്ലാത്തവൻ. 4 ഫെയ്ത്ത്ഫുൾ പ്രസന്റ്, വിശ്വസ്തയോടെ സന്നിഹിതനായിരിക്കുന്നവൻ. 5 ദ സോഴ്സ് ഓഫ് ഓൾ ബീയിങ്, സകലത്തിൻ്റെയും ഉറവിടം എന്നാണ്. ഈ 5 കാര്യങ്ങളാണ് ഞാനാകുന്നവൻ എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതെല്ലാമാണ് ഞാനാകുന്നവൻ എന്നതുകൊണ്ട് സൃഷ്ടാവാം ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. മോശയ്ക്ക് ദൈവം വ്യക്തിപരമായ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് അനേകം വ്യാജ ദൈവങ്ങളിൽ നിന്നും തന്നെ വേർതിരിച്ച് തന്നെ അറിയാത്ത ജനത്തിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പേര് വെളിപ്പെടുത്തിയിരുന്നത്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പുറപ്പാട് 3-ാം അധ്യായത്തിൽ മോശ എങ്ങനെ മിസ്രയീമിൽ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് മോശയ്ക്ക് ദൈവം നിർദ്ദേശം കൊടുക്കുന്നു. എന്നാൽ ദൈവം പുറപ്പാട് 3:19-20 മുൻകൂട്ടി പറയുന്നു, മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. മോശയെ ദൈവം തുടർന്ന് പരിശീലിപ്പിക്കുമ്പോൾ വീണ്ടും സാത്താൻ മോശയിൽ ഭയം ഉളവാക്കുന്നുണ്ട്. മോശ യഹോവയാം ദൈവത്തോട് ഒഴിവുകൾ പറയുന്നു. മോശയുടെ എടുത്തുചാട്ടം കാരണം 30 വർഷം ദൈവത്തിന്റെ കാലാവധിയിൽ താമസം വന്നിരിക്കുകയാണ്. തന്റെ ജനം കഷ്ടപ്പെടുന്നു, പുരുഷ പ്രജ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെയും മോശ കാര്യങ്ങളെ താമസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. സാത്താൻ മോശയിൽ ഭയം ഉളവാക്കുവാൻ കാരണം മോശയെപ്പോലെ പരിശീലിപ്പിക്കപ്പെട്ട ഒരുവൻ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. മോശയ്ക്ക് പകരമായി ഇസ്രായേൽ ജനത്തിലും ഒരാളുണ്ടായിരുന്നില്ല. മോശയെ സാത്താൻ വളരെ നിരുത്സാഹിപ്പിച്ച് പദ്ധതിയിൽ നിന്നും പിന്മാറുവാൻ പ്രേരിപ്പിക്കുന്നു. ഇത്രയധികം പരിശീലിപ്പിച്ചിട്ടും യഹോവയാം ദൈവം ഉറപ്പു നൽകിയിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും മോശ വളരെയധികം പ്രാവശ്യം ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്നും പിന്മാറുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ദൈവം മോശയെ ഒഴിവാക്കാതെ അഹരോനെ കൂടെ മോശയോട് ചേർക്കുന്നു. ശ്രദ്ധിക്കുക, മോശ അഹരോന് ദൈവമായിരിക്കും എന്ന് അധികാരപ്പെടുത്തുന്നു. ഇവിടെ മോശ സൃഷ്ടാവാം ദൈവത്തെ പോലെയായി എന്നല്ല, മറിച്ച് മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന കൽപ്പനകളും മോശ അഹരോനിൽ കൂടെ ഫറവോനോട് പറയുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. തുടർന്ന് മോശ മിസ്രയീമിലേക്ക് പോകാനൊരുങ്ങുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പുറപ്പാട് 3:19-20 കണ്ട പോലെ യഹോവയാം ദൈവം മോശയെ ഓർമ്മിപ്പിക്കുന്നു. അത് പുറപ്പാട് 4:21 പറയുന്നു. അതിന്റെ അവസാന വരി നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ അവസാന വരി ഇങ്ങനെയാണ്: എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. ഇവിടെ പറയുന്നു യഹോവയാം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കുമെന്ന്. എന്തിനാണ് ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്നതും ഫറവോനെയും മിസ്രയീമ്യരെയും ദണ്ഡിപ്പിക്കുന്നതും? അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? സൃഷ്ടാവാം ദൈവം ഒരിക്കലും ന്യായം വിട്ട് പ്രവർത്തിക്കുകയില്ല എന്നത് തീർച്ചയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതും പ്രവർത്തിക്കുന്നതും? നമുക്ക് പരിശോധിക്കാം. അന്നത്തെ ലോക ഭരണാധികാരിയും ദൈവവും എന്ന് സങ്കല്പിച്ചിരിക്കുന്ന വ്യക്തിയോട്, അതായത് ഫറവോനോട്, എന്താണ് ആദ്യമായി പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് 4:22-23 നമുക്കതൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക.
അനുസരിച്ചില്ലെങ്കിൽ ഫറവോന്റെ ആദ്യജാതനെ കൊന്നുകളയും എന്നാണ് ശാസിക്കേണ്ടത്. ഇത് ദൈവം 100% ചെയ്തിരിക്കും എന്ന് മോശ പൂർണ്ണമായി വിശ്വസിക്കണമായിരുന്നു. കാരണം മുഴുവൻ ലോകത്തിന്റെയും ഭരണാധികാരിയോടാണ് മോശ ഇത് പറയുവാൻ പോകുന്നത്. അതുകൊണ്ട് മോശയ്ക്ക് ഒരു ശങ്കയും ഭയവും ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. ദൈവം മോശയെ പല രീതിയിലും ബലപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ദൈവം ഇത് ചെയ്തിരിക്കും എന്നതിൻ്റെ തെളിവായി മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന്റെ അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് 4:24. എന്താണത് നമുക്ക് നോക്കാം. അബ്രഹാമിനോട് ദൈവം പല ഉടമ്പടികളും ചെയ്തിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം അബ്രഹാമിന്റെ സന്തതികൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഉൽപ്പത്തി 17:14 പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും സംഭവിക്കും. ആരെങ്കിലും പരിച്ഛേദന ഏൽക്കുന്നില്ലെങ്കിൽ അവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. പുറപ്പാട് 4:24 അവനെ എന്ന് പറയുന്നത് മോശയെയല്ല. കാരണം ഫറവോന്റെ പുത്രി ഉപേക്ഷിക്കപ്പെട്ട മോശയെ നദിക്കരിയെ കണ്ടപ്പോൾ മോശയെ ഒരു ഇസ്രായേലെ കുട്ടി എന്ന് തിരിച്ചറിഞ്ഞത് മോശ പരിച്ഛേദന ഏറ്റത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യഹോവയാം ദൈവം എതിരിട്ടത് മോശയെയല്ല എന്ന് തീർച്ചയാണ്. തന്നെയുമല്ല, മോശയ്ക്ക് പുത്രന്മാരുണ്ടെന്ന് പുറപ്പാട് 4:20 പറയുന്നുണ്ട്. എന്നാൽ മോശയുടെ ഒരു പുത്രൻ പരിച്ഛേദന ഏറ്റിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഒരു പക്ഷേ മോശ ആഗ്രഹിച്ചിരിക്കണം മക്കൾ പരിച്ഛേദന ഏൽക്കാൻ. എന്നാൽ മോശയുടെ ഭാര്യ അത് സമ്മതിച്ചു കാണുകയില്ല. കാരണം സിപ്പോറ ഒരു മിദ്യാനി സ്ത്രീയായിരുന്നു. അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന കെത്തൂറയുടെ വംശത്തിലായിരിക്കണം സിപ്പോറ ജനിച്ചത്. അബ്രഹാമിന്റെ ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിലും അബ്രഹാമും ദൈവവുമായി ഉണ്ടായിരുന്ന ഉടമ്പടികളൊന്നും മിദ്യാന്യർ പാലിച്ചിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ മോശയുടെ മകൻ തീർച്ചയായും പരിച്ഛേദന ഏറ്റിരിക്കേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിൽ ഛേദിച്ചു കളയും അത് ആരാണെങ്കിലും എന്ന് തെളിവാക്കുന്നു. എന്നാൽ സിപ്പോറ തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മോശയ്ക്കും സിപ്പോറയ്ക്കും തങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു. ഇത് ഒരു വലിയ മാതൃകയാണ് മോശയ്ക്ക്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഫറവോന്റെ ആദ്യജാതനും ഇതുപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നും മോശയെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മോശയ്ക്ക് ഫറവോന്റെ മുമ്പിൽ ശങ്കയില്ലാതെ ഉറപ്പോടെ സംസാരിക്കാൻ സാധിച്ചു. ഇനി യഹോവയാം ദൈവം എന്തുകൊണ്ട് ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്ന് നോക്കാം. ഫറവോൻ ആരെന്നും എങ്ങനെയുള്ള വ്യക്തിയാണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. ഫറവോൻ ഈ ലോകത്തിന്റെ തന്നെ ദൈവമെന്ന് കരുതിയിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫറവോന്റെ അന്നത്തെ സഭാകാലീനർക്ക് ഫറവോനെ വളരെ നന്നായി അറിയാമായിരുന്നു. അതുപോലെ ഭയവുമായിരുന്നു. കാരണം ഫറവോൻ അത്രയും ശക്തനായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെയും യിസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അന്നത്തെ ലോകത്തിന് അത്രയും പരിചിതനല്ലായിരുന്നു. കാരണം സത്യദൈവത്തെ അറിയാൻ പൂർവ്വപിതാക്കന്മാർക്ക് ഒരു പേരിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ സൃഷ്ടാവാം ദൈവം ഇനി ഇസ്രായേൽ ജനത്തിനിടയിൽ മാത്രമല്ല, മറിച്ച് മുഴു ഭൂമിയിലും അറിയപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വ്യാജ ദൈവങ്ങളിൽ നിന്നും വേർതിരിച്ച് അറിയുന്നതിനു വേണ്ടി സൃഷ്ടാവാം ദൈവം മോശയ്ക്ക് ഒരു പേര് വെളിപ്പെടുത്തുന്നു. പിന്നീട് മോശയും അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെ കണ്ടു അവരെ ദൈവം അയച്ചതാണെന്ന് മൂപ്പന്മാർക്ക് അടയാളം കാണിച്ച് വിശ്വസിപ്പിക്കുന്നു. തുടർന്ന് രണ്ടുപേരും ഫറവോനെ കാണുന്നു. ഫറവോൻ അവരോട് തിരിച്ച് ചോദിക്കുന്നു. എന്താണത് ചോദിക്കുന്നത്? പുറപ്പാട് 5:2 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കതൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് 5:2. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. യഹോവയെ അറിയില്ല എന്നാണ് ഫറവോൻ ഇവിടെ പറയുന്നത്. ഫറവോൻ ഇത് തമാശയ്ക്ക് അല്ലെങ്കിൽ കളിയാക്കി പറഞ്ഞതായിരിക്കില്ല, മറിച്ച് യഹോവ എന്ന പേർ മിസ്രയീം ദേശത്തോ മറ്റേതെങ്കിലും ദേശത്തോ പ്രസിദ്ധമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫറവോൻ അറിയില്ല എന്ന് തീർത്തു പറയുന്നതും ഇസ്രായേൽ ജനത്തിന്റെ വേല കുറെ കൂടി കഠിനമാക്കുന്നതും. അങ്ങനെ സംഭവിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഒരുപക്ഷെ മിസ്രയീം വിട്ടു പോകുവാൻ മടി കാണിക്കും. കാരണം ജനം ഒന്നടങ്കം അവരുടെ വേലയുടെ കഠിനത കുറയ്ക്കുവാൻ വേണ്ടി മറ്റൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് മിസ്രയീം വിട്ട് പോകില്ല എന്ന് തീരുമാനിച്ചേക്കാം. ഈ വിഷയം കാരണം ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാർ ഫറവോനെ ചെന്ന് കാണുന്നുണ്ട്. എന്നാൽ ഫറവോൻ വിട്ടുവീഴ്ച ചെയ്തില്ല.
പുറപ്പാട് 6:1 ദൈവം മോശയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്തു നിന്ന് ഓടിച്ചു കളയും എന്ന്. ഈ ഉറപ്പിന്റെ പ്രവൃത്തിയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതിങ്ങനെയാണ്: മോശയും അഹരോനെയും യഹോവയാം ദൈവം ഫറവോനോട് സംസാരിക്കാൻ വീണ്ടും ഒരുക്കുന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി ഗണം ഗണമായി ഒരുക്കുന്നു. സൃഷ്ടാവാം ദൈവം ഞാൻ യഹോവ എന്ന് പല പ്രാവശ്യം മോശയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നിരുന്നാലും മോശ ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. മുഴു ലോകത്തിൻ്റെയും സൃഷ്ടിതാവാണ് മോശയുടെ കൂടെയുള്ളതെങ്കിലും സാത്താൻ മോശയെ ഭയം കൊണ്ട് പിന്തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. യഹോവയാം ദൈവം പുറപ്പാട് 7:1 മോശയെ ഫറവോനും ദൈവമാക്കി വീണ്ടും മോശയെ ഉറപ്പിക്കുന്നുണ്ട്. യഹോവയാം ദൈവം തന്റെ ഉദ്ദേശം ഫറവോനോട് അറിയിക്കുവാൻ മോശയോട് വീണ്ടും ആവശ്യപ്പെടുന്നു. എന്നാൽ പുറപ്പാട് 7:3 ദൈവം വീണ്ടും പറയുന്നു, എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും. ഫറവോന്റെ ഹൃദയം ദൈവം വീണ്ടും കഠിനമാക്കാൻ കാരണം പുറപ്പാട് 7:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്ന് മോശയുടെയും അഹ്റോന്റെയും വാക്ക് കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് യഹോവയാം ദൈവത്തിന്റെ വാക്കാണ്. യഹോവ ആരെന്നും ഞാൻ എന്തിന് യഹോവയുടെ വാക്ക് കേൾക്കണം എന്നുള്ള അഹങ്കാരം ഫറവോൻ എപ്പോഴും പ്രകടിപ്പിക്കുന്നു. തന്നെയുമല്ല, മോശ കാണിച്ച പല അത്ഭുതങ്ങളിലും ഫറവോന്റെ മന്ത്രവാദികളും മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫറവോൻ മോശയെയും യഹോവയാം ദൈവത്തെയും ശ്രദ്ധിച്ചില്ല. നമ്മൾ ദൈവവചനം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, 10 ബാധകൾ വരുത്തിയതിന് ശേഷമാണ് ഇസ്രായേൽ ജനത്തെ ഫറവോൻ വിട്ടയക്കുന്നത്. എന്നിട്ടും ഫറവോൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. അത് വിഫലമാകുകയും ചെയ്തു എന്നും കാണാനായിട്ട് സാധിക്കും. ഫറവോന്റെ ഈ അഹങ്കാരം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഓരോ പ്രാവശ്യവും യഹോവയാം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതും ഫറവോനെ 10 പ്രാവശ്യവും പരാജയപ്പെടുത്തിയതും. 10 ബാധകൾ ദൈവം വരുത്തിയത് 10നും പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നും ഹ്രസ്വമായി പരിശോധിക്കാവുന്നതാണ്. അതിനു മുൻപ് ദൈവം എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈജിപ്തിൽ 10 ബാധകൾ അയച്ചത് എന്ന് കൂടെ കാണാം. മുഖ്യമായും 4 കാരണങ്ങളാണ് എനിക്ക് മനസ്സിലാകുന്നത്. 1, ഫറവോൻ ഇസ്രായേലരെ വിട്ടയക്കുവാൻ തയ്യാറാക്കുവാൻ. ഫറവോൻ നിരന്തരം ഇസ്രായേലരെ അടിമത്തത്തിൽ നിന്നും വിടാൻ നിഷേധിച്ചു. ബാധകൾ ക്രമേണ ശക്തിയാർജിച്ചു. ഫറവോനല്ല യഥാർത്ഥ ശക്തിയുള്ളത്, യഹോവയാം ദൈവമാണ് സർവശക്തൻ എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. രണ്ടാമതായി, ദൈവത്തിന്റെ ശക്തി ഈജിപ്തിനും മുഴുവൻ ലോകത്തിനും മുമ്പിൽ തെളിയിക്കുന്നു. അന്നത്തെ കാലത്ത് ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്നു. പല ബാധകൾ വഴി ഈജിപ്തിലെ ദേവന്മാർക്കും മന്ത്രവാദികൾക്കും ഫറവോനും മീതെ യഹോവയാം ദൈവത്തിന്റെ പരമാധികാരം തെളിയിക്കുന്നു. ഈജിപ്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ലോകവും ശ്രദ്ധിച്ചിരുന്നു, അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തി മുഴുവൻ ലോകവും മനസ്സിലാക്കി. മൂന്നാമതായി, ഈജിപ്ത് ഇസ്രായേലർക്ക് നൽകിയ പീഡനത്തിനുള്ള ന്യായവിധി. ഈജിപ്തുകാർ ഇസ്രായേലരെ വർഷങ്ങളോളം അടിമകളാക്കി. ഇസ്രായേലിയരുടെ കുഞ്ഞുങ്ങളെ വരെ ഈജിപ്തുകാർ കൊന്നുകളഞ്ഞു. ബാധകൾ ഈജിപ്തുകാർക്ക് മേലുള്ള യഹോവയാം ദൈവത്തിന്റെ ന്യായവിധിയായി ഭവിക്കുന്നു. ഇത് മുഴുവൻ ലോകവും കാണുന്നു, മനസ്സിലാക്കുന്നു. നാലാമതായി, ഇസ്രായേൽ ജനത്തിന് തന്നെ യഹോവയാം ദൈവം പരിചയപ്പെടുത്തുന്നു. ഇസ്രായേൽ ജനം പല തലമുറകൾ ഈജിപ്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് അവർ ഈജിപ്തിലെ ദേവന്മാരെയായിരുന്നിരിക്കണം കൂടുതലും പരിചയമുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈജിപ്ത്യ ദേവന്മാർ ഇസ്രായേൽ മക്കളിൽ സ്വാധീനമുണ്ടാക്കിയിരുന്നിരിക്കണം. ഈജിപ്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇസ്രായേൽ മക്കളെയും പഠിപ്പിച്ചത് പുറപ്പാട് 6:7 പറയുന്നത് പോലെയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും എന്ന് തന്നെയാണ്. അതായത് യഹോവ ഇസ്രായേലിന്റെ ദൈവമായിരിക്കും. അതിന് തക്കവണ്ണം യഹോവയാം ദൈവം മാത്രമാണ് മറ്റേതൊരു ദൈവത്തെക്കാളും ശക്തൻ എന്നത് തന്നെ കാണിക്കുന്നു. ഇനി 10 ബാധകൾ എന്തിനു വരുത്തിയെന്ന് മനസ്സിലാക്കാം. ദൈവം അയച്ച 10 ബാധകൾ ഓരോന്നും ഈജിപ്തിലെ ഫറവോന്റെയും മറ്റ് ദൈവങ്ങളെയും നേരിട്ട് വെല്ലുവിളിച്ചു. അനേകം ദൈവങ്ങൾ ഈജിപ്തിൽ അന്നുണ്ടായിരുന്നു.
മുഖ്യ 10 ദൈവങ്ങൾക്കെതിരെ വന്ന ബാധകൾ പോലും ഈജിപ്തിനെ തകർത്തു കളയുകയും ഫറവോനെ ഇസ്രായേൽ ജനത്തെ യഹോവയാം ദൈവം മുൻകൂട്ടി പറഞ്ഞ പോലെ ഓടിച്ചു കളയേണ്ടതായിട്ടും വന്നു. നമുക്ക് ഓരോന്നും പരിശോധിക്കാം ഹൃസ്യമായി. ഒന്നാമതായി വരുത്തിയ ബാധ നൈൽ രക്തമാക്കി മാറ്റിയതാണ്. പുറപ്പാട് 7:14 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈജിപ്തിന്റെ ഒരു ദൈവമായിരുന്ന ഹാപ്പി നൈൽ നദിയുടെ ദൈവം ജീവനും വിളവിനും ഉറവായി കണക്കാക്കിയിരുന്നു. യഹോവയാം ദൈവം നൈൽ നദിയെ രക്തമാക്കി ജീവൻ കൊടുക്കുന്ന ഉറവിനെ മരണത്തിന്റെ പ്രതീകമാക്കി. ഹാപ്പിക്ക് അത് മാറ്റുവാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി തവളകളുടെ ബാധ. പുറപ്പാട് 8:1 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ അത് കാണാം. ഈജിപ്തിന്റെ ഒരു ദേവി ഹെക്വെറ്റ്, സന്താന ഉൽപാദനത്തിന്റെയും അല്ലെങ്കിൽ പ്രത്യുൽപാദനത്തിന്റെയും ജനനത്തിന്റെയും ദേവി, തവളയുടെ തല ഉള്ളവളായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. തവളകൾ എല്ലായിടത്തും നിറഞ്ഞപ്പോൾ അവ ശാപമായി മാറി. ഈജിപ്തിലെ ജനങ്ങൾ അവയെ വെറുത്തു. ആർക്കും അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഹെക്വെറ്റും കഴിവില്ലാത്ത ദേവിയായി കണക്കാക്കപ്പെട്ടു. മൂന്നാമതായി പൊടിയിൽ നിന്ന് പാൻ. ഒരു പക്ഷേ കൊതുക് പോലുള്ള ഒരു പ്രാണിയായിരിക്കാം. പുറപ്പാട് 8:16 മുതൽ 19 വരെ. ഈജിപ്തിന്റെ ദൈവമായ ഗെബ് ഭൂമിയുടെ ദൈവമായാണ് കണക്കാക്കിയിരുന്നത്. യഹോവയാം ദൈവം ഭൂമിയിലെ പൊടി തന്നെ ജീവിക്കുന്ന പേനുകളാക്കി മാറ്റി. ഫറവോന്റെ മന്ത്രവാദികൾക്ക് ഈ അത്ഭുതം മുമ്പത്തെ ബാധകൾ അനുകരിച്ച പോലെ അനുകരിക്കുവാൻ സാധിച്ചില്ല. ഈ ബാധയെ നിയന്ത്രിക്കുവാനും സാധിക്കുന്നില്ല. അങ്ങനെ ഗെബും കഴിവില്ലാത്ത ഒരു ദൈവമായി കണക്കാക്കപ്പെട്ടു. ദൈവത്തിന് മാത്രമേ പൊടിയിൽ നിന്ന് പോലും ജീവൻ ഉളവാക്കുവാൻ സാധിക്കുകയുള്ളൂ. സാത്താൻ കാലങ്ങളായി അതിനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല. നാലാമതായി ഈച്ചകളുടെ ബാധ. പുറപ്പാട് 8:20 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലാണ്. ഈജിപ്തിന്റെ ദൈവമായ കെപ്രി സൃഷ്ടിയുടെയും പ്രഭാത സൂര്യന്റെയും ദൈവമായി കണക്കാക്കപ്പെട്ടിരുന്നു. കൂടെ കൂടെ ഒരു വണ്ടിനോട് ചിത്രീകരിച്ചിരുന്നു. യഹോവയാം ദൈവം കൊണ്ടുവന്ന ഈ ബാധ ഈച്ചകൾ ഈജിപ്തിനെ പൂർണ്ണമായി മൂടിയപ്പോൾ ഗോഷൻ, ഇസ്രായേൽ ജനം താമസിക്കുന്ന സ്ഥലം, അത് മാത്രം സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ കെപ്രയ്ക്കും തന്റെ സ്വരൂപത്തിലുള്ള ഒരു ബാധയെ സൃഷ്ടിയുടെ ദൈവമായിട്ട് കൂടെ ഈ ഈച്ചകളുടെ പിറവി തടയുവാനോ സാധിക്കാതെ പോയി. കഴിവില്ലാത്ത ദൈവമെന്ന് തെളിയിക്കപ്പെട്ടു. മൃഗങ്ങളുടെ മരണം അഞ്ചാമതായി. പുറപ്പാട് 9:1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിലാണ് അത് കാണുവാൻ സാധിക്കുന്നത്. ഈജിപ്തിന്റെ ദൈവങ്ങളായ ആപ്പിസ്, വിശുദ്ധനായി കണക്കാക്കപ്പെട്ടിരുന്ന കാളദേവൻ, ശക്തിയുടെയും ഫലപുഷ്ടിയുടെയും പ്രതീകം, ദൈവങ്ങളുടെ അവതാരമായിരുന്നു ആപ്പിസ് എന്ന് വിശ്വസിച്ചിരിക്കുന്നു. ഹാത്തോർ, ആപ്പിഡ് ഹത്തോറിന്റെ മകനായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഹത്തോർ സ്നേഹത്തിന്റെയും ഫലഭൂയിഷ്ഠതയുടെയും ദേവിയായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈജിപ്തിലെ മൃഗങ്ങൾ ഒട്ടും അവശേഷിക്കാതെ മരിച്ചുപോയി. പക്ഷെ ഇവിടെയും ഇസ്രായേലിന്റെ മൃഗങ്ങൾ രക്ഷിക്കപ്പെട്ടു. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യഹോവയാം ദൈവത്തിന്റെ ശക്തിയാൽ ഈജിപ്തിന്റെ സമ്പത്തിനെയും വിശുദ്ധമായി കണക്കാക്കിയിരുന്ന മൃഗങ്ങളെയും കൊന്നുകളഞ്ഞു. അങ്ങനെ ആപ്പിസും ഹത്തേറിനും ആപ്പിസ് കാളദേവനായിട്ട് കൂടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ദൈവങ്ങളായി വെളിപ്പെട്ടു. ആറാമതായി പുണ്ണുകളും മുറിവുകളും. പുറപ്പാട് 9:8 മുതൽ 12 വരെ. ഈജിപ്തിന്റെ ദേവിയായിരുന്ന ഐസിസ് ആരോഗ്യത്തിന്റെയും ചികിത്സയുടെയും അല്ലെങ്കിൽ അസുഖങ്ങൾ സുഖപ്പെടുത്തുന്ന ദേവി. ഈജിപ്തിലെ പുരോഹിതന്മാർ പോലും പുണ്ണുകളാൽ പീഡിതരായി. ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. യഹോവയാം ദൈവം ഈജിപ്ത്യരെ മനസ്സിലാക്കി കൊടുത്തു. താൻ മാത്രമാണ് സൗഖ്യത്തിന്റെ ഉറവ. ഈജിപ്ത്യരുടെ ദൈവങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും ഒരു കഴിവില്ലാത്തവരാണെന്നും മനസ്സിലാക്കി കൊടുത്തു. ഏഴാമതായി ഇടിയും കന്മഴയും തീയും. പുറപ്പാട് 9:13 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിൽ. ഈജിപ്തിന്റെ ദേവന്മാർ നട്ട്, ആകാശത്തിന്റെ ദേവി, അതുപോലെ ഷൂ, വായുവിന്റെയും സൂര്യപ്രകാശത്തിന്റെയും ദേവൻ. യഹോവയാം ദൈവം കൊണ്ടുവന്ന ഇടിയും കന്മഴയും തീയും ഈജിപ്ത്യരുടെ ദേവിദേവന്മാർക്ക് തടയുവാനോ നിർത്തുവാനോ സാധിച്ചില്ല. ഗോഷൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല എന്നും കാണാം. ഈജിപ്തിലെ ഒരു ആകാശത്തിന്റെ ദേവനോ ദേവിക്കോ കന്മഴയും തീയും തടയുവാൻ കഴിഞ്ഞില്ല.
തീയ ചൂടുകൊണ്ടായിരിക്കാം ഉണ്ടായത്. സൂര്യപ്രകാശത്തിന്റെ ദേവനും അത് തടയുവാൻ കഴിഞ്ഞില്ല. നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാൻ സാധിക്കും, ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന്. അങ്ങനെ ഈജിപ്തിലെ ദേവന്മാരായ നട്ടും ശുവും ഭൂമിയുടെ അധിപതിയായ യഹോവയുടെ മുമ്പിൽ ഒരു ശക്തിയും ഇല്ലാത്തവരെന്ന് തെളിയിച്ചു. എട്ടാമതായി വെട്ടുകിളികളാണ്. പുറപ്പാട് 10:1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിലാണ് അത് കാണാനായിട്ട് സാധിക്കുന്നത്. ഈജിപ്തിന്റെ ദേവനായ മിനി വിളവിന്റെയും മഴയുടെയും ദൈവം. എന്നാൽ ഈജിപ്തിലെ മുഴുവൻ വിളകളും വെട്ടുകിളികൾ തിന്നുകളഞ്ഞു. എന്നാൽ ഈജിപ്തിന്റെ വിളവിന്റെ ദേവനെ അത് തടയുവാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, വളരെ നാശം ഈജിപ്തിനുണ്ടാകുന്നു. അങ്ങനെ മിനിയും യഹോവയാം ദൈവത്തിന്റെ മുമ്പിൽ ഒരു കഴിവില്ലാത്ത ദൈവം എന്ന് തെളിഞ്ഞു. ഒമ്പതാമതായി ഇരുട്ടാണ് കൊണ്ടുവരുന്നത്. പുറപ്പാട് 10:21 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളിൽ അത് കാണാം. ഈജിപ്തിന്റെ പ്രധാന ദൈവം റാ എന്നാണ് കരുതിയിരുന്നത്. റാ പുരാതന ഈജിപ്തിലെ സൂര്യദേവനായും ജീവന്റെ ഉത്ഭവമായും കണക്കാക്കപ്പെട്ടിരുന്നു. യഹോവയാം ദൈവം 3 ദിവസം ഈജിപ്തിൽ മുഴു ഇരുട്ട് കൊണ്ടുവന്നപ്പോൾ ഈജിപ്തിന്റെ പ്രധാന ദേവനും സൂര്യദേവനുമായ റായും യഹോവയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. യഹോവയാം ദൈവം ഈജിപ്തിയർക്ക് തെളിയിക്കുന്നത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രകാശവും ഇരുട്ടും എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണെന്നും മറ്റൊരു ദൈവവും തൻ്റെ മീതെ ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. 10-ാമതായി ആദ്യജാതന്മാരുടെ മരണം. പുറപ്പാട് 11 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ അത് കാണുക. ഫറവോൻ ഒരു ദൈവപുത്രൻ എന്ന നിലയിൽ ഈജിപ്ഷ്യരുടെ ഇടയിൽ കണക്കാക്കപ്പെട്ടിരുന്നു, ആരാധിച്ചിരുന്നു. ആദ്യജാതന്മാരുടെ മരണം അതിൽ ഫറവോന്റെ പുത്രനും ഉൾപ്പെടുന്നു. ഇതിലൂടെ യഹോവയാം ദൈവം തെളിയിച്ചത് ജീവനും മരണവും എൻ്റെ കൈകളിലാണ്. ദൈവവുമായി നടിക്കുന്നവന്റെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഫറവോൻ ഒരു വ്യാജ ദൈവമാണെന്നും യഹോവയാം ദൈവത്തിന്റെ മുമ്പിൽ അവൻ ആരുമല്ല എന്നും തെളിയിക്കുന്നു. യഹോവയാം ദൈവം മാത്രമാണ് മഹത്തായ ദൈവമെന്നും മറ്റാരും യഹോവയാം ദൈവത്തിന് തുല്യൻ ആയി ഇല്ല എന്നും ഈജിപ്ഷ്യർക്കും ഇസ്രായേലർക്കും മുഴു ലോകത്തിനും ഈ സംഭവങ്ങളിലൂടെ തെളിയിക്കുന്നു. യഹോവയാം ദൈവം മുഴു ഭൂമിയിലും തൻ്റെ ശക്തി വെളിവാക്കുന്നു. താനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിതാവ്, എല്ലാം തൻ്റെയാണ് എന്നും തെളിയിക്കുന്നു. എന്തിനായിരുന്നു യഹോവയാം ദൈവം തന്നെ വെളിപ്പെടുത്തിയത്? കാരണം ഇസ്രായേലിനെ ദൈവം തൻ്റെ ആദ്യജാതനായി തിരഞ്ഞെടുക്കുന്നു. ഇനി മുഴു ലോകത്തിനും ഇസ്രായേലിന് ലഭിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും സംരക്ഷണയിൽ നിന്നും യഹോവയാം ദൈവത്തെക്കുറിച്ച് പഠിക്കണമായിരുന്നു. അതുപോലെ മുഴു ലോകത്തിൻ്റെയും ദൈവം താനാണെന്ന് ഇസ്രായേലിന് മനസ്സിലാക്കി കൊടുക്കുക വഴി യഹോവയാം ദൈവത്തെ ഇസ്രായേലും അനുസരിക്കണമായിരുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ ഇസ്രായേലിൻ്റെ ഉയർച്ചകളും താഴ്ചകളും എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് ഇസ്രായേൽ പലപ്പോഴും അനുസരണക്കേട് കാണിച്ചു എന്ന് മനസ്സിലാക്കുക. ആദ്യം ചോദിച്ച 2 ചോദ്യങ്ങളുടെയും ഉത്തരം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മിസ്രയീം ദൈവങ്ങൾ വ്യാജന്മാരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് യഹോവയാം ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നത്. ഓരോ പ്രാവശ്യവും കഠിനമാക്കുക വഴി മിസ്രയീമിലെ മുഖ്യ ദൈവങ്ങളെല്ലാം തന്നെ വ്യാജമാണെന്നും അവരുടെ പിന്നിൽ സാത്താനാണെന്നും തെളിയിച്ചു. അങ്ങനെ കഠിനമാക്കിയില്ലായിരുന്നെങ്കിൽ ഫറവോൻ ആദ്യമേ ഇസ്രായേലരെ വിട്ടയക്കുമായിരുന്നു. മറ്റു മിസ്രയീം ദൈവങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കുവാൻ അവസരം ലഭിക്കുമായിരുന്നില്ല. ഇപ്പോൾ സംശയരഹിതമായി യഹോവയാം ദൈവം മുഴു ലോകത്തിനും അധിപൻ എന്ന് മുഴു ലോകത്തിനും തെളിയിച്ചു ഈ 10 ബാധകളിലൂടെ. ഈ വീഡിയോയിൽ നിന്നുള്ള പാഠം എന്താണ്? ഇന്നും നമ്മൾ ഇസ്രായേലിന്റെ പോലെയുള്ള ഒരു ലോകത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഫറവോനെ പോലെ ചോദിക്കുന്നു, ഞാൻ യഹോവയെ അനുസരിക്കേണ്ടതിന് അവൻ ആർ എന്ന്. 10 ബാധകൾ കൊണ്ട് യഹോവയാം ദൈവം മിസ്രയീമ്യരെ താൻ ആരാന്ന് പഠിപ്പിച്ചു. തന്റെ ജനത്തെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. സമാനമായി ഇന്നും നമ്മൾ പല അപൂർവമായ രോഗങ്ങൾ കാണുന്നു, യുദ്ധങ്ങൾ കാണുന്നു, മനുഷ്യർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങേയറ്റം പുരോഗമിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴും മനുഷ്യർക്ക് അവരുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. രോഗവും മരണവും സുനിശ്ചിതമാണ്. ശാസ്ത്രം, സാമ്പത്തികം, സാമൂഹികം, രോഗം എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി ഈജിപ്തിനെ പോലെ നമ്മൾ പകച്ചു നിൽക്കുകയാണ്.
മനുഷ്യൻ മനുഷ്യനെതിരെ നാശത്തിനായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് നമ്മൾക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യഹോവയാം ദൈവത്തെ അനുസരിക്കുകയും ദൈവം പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മെയും ഇസ്രായേൽ ജനത്തെ പോലെ യഹോവയാം ദൈവം സാത്താനിൽ നിന്നും നാശത്തിൽ നിന്നും വിടുവിക്കും എന്ന് നമുക്ക് നല്ല ഉറപ്പുള്ളവരായിരിക്കാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് വ്യക്തിപരമായ പഠനം തന്നെയാണ്. എല്ലാവരെയും നമ്മുടെ സൃഷ്ടിതാവും ദൈവമായ യഹോവയാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പരീക്ഷണങ്ങളിൽ പെടാതെ ദൈവാനുഗ്രഹത്തിൽ നിലകൊള്ളുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.